ഞങ്ങളായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്താൽ മനസ്സിലാകും ഞങ്ങളെ റേറ്റ് എന്താണെന്ന്. അതുപോലെ തന്നെ ഒരു കാര്യം ചോദിച്ചാൽ എല്ലാവരും സത്യം പറയണം. പരിപാടി ഇഷ്ടമായോ? ഇത്ര നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ അറിയുന്ന ആൾക്കാരാണ് ഓരോ പാട്ടും കഴിയുമ്പോൾ വെറുതെ കയ്യും കിട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങളുടെ നാട്ടിലുള്ള പിള്ളേർ തന്നെയല്ലേ ഞങ്ങള്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തരേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇതേപോലെ ചിരിച്ചിരിക്കണം. പാട്ട് കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണം. കാരണം ഞങ്ങൾക്ക് ഏറ്റവും കുറവ് പ്രോത്സാഹനം കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. പുറത്തോട്ടുള്ള ജില്ലകളിലൊക്കെ ഞങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സ്വീകരണം വേറെ ലെവലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു കയ്യടിയാണ്, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നോട്ടുമാലെ അങ്ങനെ സംഭവങ്ങളൊന്നും ഞങ്ങൾ ആകാറില്ല. കയ്യടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതാണ് നമ്മൾക്ക് മുഖ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു 2018 ഞങ്ങളിത് ഒരു തിരുവാതിരക്കളിയുടെ ഗ്രൂപ്പായിട്ട് തുടങ്ങിയത്. അത് പിന്നീട് ഒരു 2021 ആയപ്പോഴത്തേനും ഒന്നാനാം അമ്പെടുത്ത് എന്ന സോങ്ങോടുകൂടി വൈറലായി. സന്ദീപേട്ടൻ ആണ് ഞങ്ങൾ വൈറലാക്കിയത്. ആ സമയത്ത് സന്ദീപേട്ടൻ ഇട്ട വീഡിയോ ആണ് ഒരു 10-14 മില്യൺ അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കില്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മില്യൺസ് ഒക്കെ ഞങ്ങൾക്ക് പ്രോഗ്രാം, അങ്ങനെ അതോടുകൂടി ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടി തുടങ്ങിയത്. അപ്പോൾ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ തിരുവാതിരക്കളിനെ എന്തായി കാണിക്കണേ, സെറ്റും മുണ്ടൊക്കെ കൊടുത്തിട്ട് എന്തായി ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ തുടങ്ങി വെച്ചതല്ല, ആലിങ്ങലമ്മയല്ല ഇത് തുടങ്ങി വെച്ചത്. തുടങ്ങിയത് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. നമ്മുടെ നർത്തനായിരിക്കാനൊക്കെ അവരെ എല്ലാവരും ഇതേപോലെ തന്നെ കൈകൊട്ടിക്കളി തുടങ്ങിയതായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ കൈകൊട്ടികളി, ഈ നാടൻ പാട്ടുകൾ, ഓണക്കളി പാട്ടുകൾ, അല്ലെങ്കിൽ സിനിമ പാട്ടുകളിൽ തന്നെയുള്ള നാടൻ കലാഭവമണി ചേട്ടൻ്റെ പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ, ഇതെല്ലാം കൂട്ടി ഇണക്കിയിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ആദ്യമൊക്കെ ഞങ്ങൾ ഒരു 1/4 മണിക്കൂറാണ് ചോദിച്ചു ചെന്ന വേദികൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ സമയത്ത് ഒരു 12 ജില്ലകളോളം കേരളത്തിന് പുറത്തും പരിപാടിക്ക് പോയത് ഒന്ന് ഞങ്ങളുടെ കഷ്ടപ്പാടാണ്, 2 നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം. അതുപോലെ തന്നെ ആലിങ്ങലമ്മയുടെ എല്ലാ വീഡിയോസ് എടുക്കുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട്. പേര് എല്ലാവരുടെയും പറയാൻ പറ്റില്ല, കാരണം അത്രയും എണ്ണത്തിൽ കൂടുതൽ. ഞങ്ങൾ വൈറലായ സ്ഥലത്ത് ആളാണ് നിൽക്കുന്നത് സുരേഷ് ഏട്ടൻ. കിഴക്കേടത്ത് ഉമാമഹേശ്വര ക്ഷേത്രം, അവിടെ നിന്നാണ് ആലിങ്ങലമ്മയുടെ വീഡിയോ മഴവിൽ മനോരമ കിഡ്ലത്തിലുള്ളവർ കാണുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. പിന്നീട് ഞങ്ങൾ ദീപാവലിക്ക് കഴിയുമ്പത്തും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ചോദിച്ചു ചെന്നൊരു വേദിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതുവരെ ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് തരുന്ന കൈയടി ഇതാണോ? ആണോ? അല്ല. കൈയടി തരാൻ എന്താ ഇത്ര മടി? ഞാൻ മോളോട് തന്നെ അല്ലാട്ടോ, ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിന് പേരിട്ടത്, ഇതിനെന്ത് പേരിടണമെന്നുണ്ടത് സന്ദീപേട്ടൻ തന്നെയാണ് ഇതിന് വീരനാട്യം എന്നൊരു പേരിടാൻ പറഞ്ഞത്. കാരണം ഞങ്ങൾ മഴവിൽ മനോരമയിലേക്ക് പോകുമ്പോൾ ഇതിനൊരു പേര് കൊടുക്കണോ.